നമുക്കറിയാം, ഇന്ത്യയിൽ പല രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലും ഒരുപാട് രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ബി പാർട്ടിക്ക് അല്ലെങ്കിൽ സംഘപരിവാര സംഘടനകൾക്ക് അതിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കണം. അത് തന്നെ മുസ്ലിമീങ്ങളെ കുറിച്ചായിരിക്കണമെന്നത് നിർബന്ധവുമാണ്. മുസ്ലിമീങ്ങളെ കൊണ്ട് അവരെ ആക്രമിക്കുന്ന രീതിയിൽ, അവരെ മോശമാക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും വേർതിരിക്കുന്ന രീതിയിൽ വർഗീയപരമായി ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിൽ ഇടക്ക് പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ ഒരു നിലനിൽപ്പുമില്ലാത്തൊരു പാർട്ടിയാണ് നമ്മുടെ ഈ സംഘപരിവാര സംഘടനകൾ, പോലെയുള്ള പാർട്ടികളൊക്കെ എന്ന് നമുക്ക് പ്രത്യേകിച്ചറിയാം. നമ്മുടെ ഗവർണർ തന്നെ പലപ്പോഴും മുസ്ലിം ഇഷ്യൂസും ഈ ബുർക്ക വിവാദവും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പേരിൽ നല്ല പേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹം ജനിച്ച മതം ഇസ്ലാം ആണെങ്കിലും അദ്ദേഹത്തിന്റെ നിർബന്ധ സാഹചര്യം അതിൽ തന്നെ തുടരണമെങ്കിൽ, കഞ്ഞി കുടിച്ചു പോകണമെങ്കിൽ അത് ഉണ്ടായേ തീരൂ എന്നുള്ള മുകളിൽ നിന്നുള്ള ഒരു ഓർഡർ കൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതുപോലെയാണ് നമ്മുടെ ക്രിസ്ത്യാനികളെ കുറിച്ച് വലിയ വേവലാതിയുള്ള ഒരു സംഘമിത്ര നേതാവ്, നമ്മുടെ ഗോവ ഗവർണർ, അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആർച്ച് ബിഷപ്പ്, അദ്ദേഹം ഇപ്പം കർദിനാൾ കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് 36% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഗോവയിൽ അത് 25 ഉള്ളൂ. അതേസമയത്ത് 3% ഉണ്ടായിരുന്ന ഇസ്ലാമിക വിശ്വാസികൾ 12% വർദ്ധിച്ചു. അപ്പൊ അതിനെ പോസിറ്റീവായി അന്വേഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അവരതിനെപ്പറ്റി പഠനം നടത്തുന്നു. അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ വലിയ വേവലാതി. ഗോവയിൽ മുസ്ലിമീങ്ങൾ കൂടുകയും ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോകുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു വേവലാതി അദ്ദേഹം എറണാകുളത്ത് ക്രിസ്ത്യാനികളുടെ പള്ളിയിലുള്ള ഒരു പ്രസംഗത്തിൽ അവിടുത്തെ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞതും അന്വേഷിക്കാൻ, ഒരു സത്യസന്ധമായ ഒരു രീതിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഒരു സംഗതി ഇയാൾ അവിടെ വിവരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വേവലാതി മുസ്ലിമീങ്ങൾ ജനസംഖ്യ കൂടിപ്പോകുന്നതിലാണ്, അല്ലാതെ ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോകുന്നതിലല്ല. ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോകുകയും മുസ്ലിമീങ്ങൾ കൂടിപ്പോവുകയും ചെയ്യുന്നു പോലും. ഈ മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ കൂടിയാൽ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക? ഇദ്ദേഹത്തിന് അതിൽ എന്തിനാണ് ഇങ്ങനെ വേവലാതിയാവുന്നത്? ഇദ്ദേഹത്തിന് മാത്രമല്ല, നമ്മുടെ ഈ സംഘമിത്രങ്ങൾക്കൊക്കെയുള്ള വലിയ വേവലാതിയാണ്. കേരളത്തിലും ചില മിത്രങ്ങൾ ഇങ്ങനെയുണ്ട്. മുസ്ലിമീങ്ങൾ ജനസംഖ്യ കൂടിപ്പോകുന്നു, മുസ്ലിമീങ്ങൾ ജനസംഖ്യ കൂടിപ്പോകുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിലേറ്റവും ഭൂരിപക്ഷമുള്ള മതം ഹിന്ദുക്കളായി പോയി എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം രംഗപ്രവേശനം നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി രംഗപ്രവേശനം നടത്തിയത് കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ സംഘമിത്രങ്ങൾക്ക് ഈ ഇത്തരത്തിൽ ഇടക്കിടക്ക് ഈ വർഗീയത പറഞ്ഞുകൊണ്ട് വർഗീയത മുതലെടുക്കാതെ ഒരു വോട്ട് നേടാനും നിങ്ങൾക്ക് കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇദ്ദേഹമൊക്കെ. അതായത് ഗോവയിലെ ഗവർണറാണ്, ഗോവയിലെ കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു നാട് കുട്ടിച്ചോറാകുമോ അതോ വളരുമോ എന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമല്ലേ? അപ്പം BJPയുടെ ഒരു അവസ്ഥയാണ്, മുസ്ലിമീങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ BJP എന്നൊരു പാർട്ടിയെ ഇവിടെ ഉണ്ടായില്ലായിരുന്നു, അവർ വളരുകയിലും ഇല്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പ്രശ്നമല്ല, തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നില്ല, ഇവിടെയുള്ള മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്, നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി പോലും തവണകളാണ് വർഗീയത, മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള വർഗീയത പച്ചയായി അഴിച്ചുവിട്ടത്. ഇത്തരത്തിൽ പച്ചയായി വർഗീയത പറയാതെ വേറെ ഒരു മരുന്നും ഞങ്ങളെ കയ്യിലില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി. എന്നാൽ പഴയ കാലങ്ങളിൽ പോലെയല്ല. ഇന്നലെ രാഹുൽ പറഞ്ഞതുപോലെ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ ഭയം കുറഞ്ഞു വരികയാണ്. ഇത്തരത്തിലുള്ള വർഗീയതക്കുള്ള സ്ഥാനങ്ങൾ ജനങ്ങൾ അത് ചവിറ്റുകൊട്ടയിലേക്ക്, ഇത്തരത്തിൽ പറയുന്ന ആളുകളെ ചവിറ്റുകൊട്ടയിലേക്ക് എറിയുകയും അവരുടെ സ്ഥാനം സമൂഹത്തിൽ കുറച്ചും കൊണ്ടുവരുന്ന ഒരു കാലയളവാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനിയെങ്കിലും സമൂഹത്തെയും വ്യക്തികളെയും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്ന, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക്
കേരളത്തിലെ സംഘപരിവാർ മിത്രങ്ങളെങ്കിലും മാറിയെങ്കിലെന്ന് ആശിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.